അപ്പൊ നല്ലൊരു വിളവെടുപ്പ് തന്നെയായിരുന്നു കണ്ട. 2 കൊട്ട നിറച്ച് തക്കാളി കിട്ടി. അപ്പൊ ഇനി നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ ഇതേപോലെ തന്നെ തക്കാളി പറിക്കാനുണ്ട്. എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കണ എന്റെ കൃഷിയിടത്തിലാണ്. ഇവിടെ നിറച്ച് തക്കാളിയും വഴുതനങ്ങയൊക്കെ നിറച്ചുണ്ട്. അപ്പൊ നമ്മ ഇന്ന് കുറച്ച് തക്കാളി വിളവെടുക്കാന്ന് വെച്ചതാണ്. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമുക്ക് ആ തക്കാളി വിളവെടുത്തിരുന്നു. അതുകൂടാതെ നമ്മ ഡെയിലി വിളവെടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് എന്റെ കൂടെ വിളവെടുക്കാനായിട്ട് എന്റെ ഉമ്മയും കൂടി ഉണ്ട്. അപ്പൊ ഞങ്ങൾ 2 പേരും കൂടിയാണ് ഇന്ന് വിളവെടുക്കണത്. അപ്പൊ നമുക്ക് എന്നാ വിളവെടുപ്പിലോട്ട് പോകാം. അപ്പൊ അതെ കണ്ടില്ലേ, നമുക്ക് കഴിഞ്ഞ ആഴ്ചയൊക്കെ വിളവെടുത്തിരുന്നതാണ് ട്ടാ. അപ്പം ഇപ്പൊ വീണ്ടും കണ്ട പഴുത്തേക്കണേണ്. അപ്പൊ ഇപ്പൊ നല്ല ചൂട് സമയമൊക്കെയാണല്ലോ. തക്കാളിയുടെ സീസൺ അല്ലെങ്കിൽ കൂടി നിറച്ച് തക്കാളി ഉണ്ടായിട്ടുണ്ട് കണ്ട. അപ്പൊ തക്കാളിയൊക്കെ നട്ട് കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ വിളവെടുക്കാം. ഞാനിപ്പോ ഈ തക്കാളി നട്ടേന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രമ്മില് മാവ് നട്ടിട്ടുണ്ടായിരുന്നു കണ്ട. ഈ മാവ് നട്ടേക്കണതിന്റെ തടത്തില് തക്കാളി തൈ നട്ടുകൊടുത്തിരുന്നാണ്. എന്നിട്ട് തന്നെ കണ്ട നമുക്ക് ഇഷ്ടം പോലെ തക്കാളിയാണ് കിട്ടണത്. അപ്പം ഇതേപോലെ കണ്ടിപ്പോ പൂവിടണ്ട്. നമുക്ക് പൂവിട്ട് കഴിഞ്ഞ് തക്കാളി എടുത്തതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തതിനാ വീണ്ടും നിറച്ച് ഫ്ലവർ ചെയ്യും കേട്ടോ. അപ്പൊ തക്കാളിയൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ തക്കാളി പറിച്ച ശേഷം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒന്ന് വളം ഞാനിവിടെ കൊടുക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കടലപ്പിണ്ണാക്ക്, കടലപ്പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 5 ദിവസം കഴിയുമ്പോ അത് നമ്മ ഒരു 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കണത്. വേറെ പ്രത്യേകിച്ച് യാതൊരു വളവും കൊടുക്കണില്ല. പിന്നെ നമ്മുടെ ഒരു വളം ഉണ്ടായിരുന്നല്ല, നമ്മ ഒരു പച്ചില വെച്ചിട്ട് ആര്യവേപ്പിന്റെ ഇലയും രുദ്രാക്ഷപ്പച്ചയും പിന്നെ ശീമക്കൊന്നയുടെ ഇലയൊക്കെ വെച്ചിട്ട് ഒരു വളം ഉണ്ടാക്കി അതും നമ്മ ഒഴിച്ചു കൊടുക്കും. അപ്പൊ നമ്മ വെള്ളത്തോടൊപ്പം തന്നെ വളവും കൊടുക്കും. അത് നമുക്ക് പ്രത്യേകിച്ച് നമുക്കൊരു വളം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതേപോലെ നമുക്ക് ഡെയിലി നമുക്ക് തക്കാളി വിളവെടുക്കാം കണ്ട. തക്കാളിയുടെ ഭാരം കൊണ്ടിട്ട് നമ്മുടെ തക്കാളി തൈ ഇപ്പൊ ഈ ഡ്രമ്മില് നട്ടതുകൊണ്ട് മാത്രമാണ് കണ്ട നമുക്ക് ഇതേപോലെ കണ്ട പൊക്കത്തിൽ കിടക്കണാരും നമുക്ക് വലിയ ഒരു താങ്ങൊന്നും കൊടുക്കേണ്ടി വന്നില്ല കണ്ട. നിറച്ച് പച്ചയും പഴുത്തതൊക്കെ ആയ തക്കാളികളാണ് കണ്ട. നമുക്കപ്പൊ ഇത് വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണല്ലോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ നട്ടുണ്ടാക്കണേല് കണ്ട ഇതേപോലെ തക്കാളിയും എല്ലാം കായ്ച്ച കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. വിളവെടുപ്പ് പ്രത്യേകിച്ച് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇതേപോലെ കണ്ട നമുക്കിപ്പോ 2 ഗുണമുണ്ട്. നമുക്കിപ്പോ ഈ ഇതിൽ നട്ടേക്കണ ഫ്രൂട്ട് പ്ലാന്റിനും നമുക്ക് പ്രത്യേകിച്ച് ഒരു പരിചരണമൊന്നും വേണ്ട. നമുക്ക് തക്കാളി എന്തെങ്കിലും നട്ടുകൊടുത്താൽ നമുക്ക് അതും കിട്ടുകയും ചെയ്യും. 2 ഇത് കിട്ടിന് തക്കാളി കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ് നന്നായിട്ട് വരികയും ചെയ്യും വേണ്ട. അപ്പൊ ഡ്രമ്മിലും നമുക്ക് ഇതേപോലെ ചെയ്യുന്നു. ഇപ്പൊ ഫ്രൂട്ട് പ്ലാന്റ് ഒന്നും നടണമെന്നില്ല കേട്ടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതേപോലത്തെ ചെലവ് വളരെ കുറവുള്ളൂ ഈ ഡ്രമ്മിന്. അപ്പൊ ഇതില് നമുക്ക് പച്ചക്കറി നടണമെങ്കിൽ ഇഷ്ടം പോലെ ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലും നടണേക്കാളും കൂടുതൽ വിളവ് നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ 2 കൊട്ടയും നിറഞ്ഞോണ്ടിരിക്കണേണ്ട. അപ്പൊ എന്റെ ഉമ്മാക്ക് കൃഷിയൊക്കെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്, വിളവെടുക്കണത് ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഇനിയും തക്കാളി ഇനിയും പറിക്കാനുണ്ട് വേണ്ട. അപ്പൊ ഇനി ഇതേ കണ്ട ഇതിലൊക്കെ നമുക്ക് തക്കാളി പറിക്കാൻ കിടക്കണേണ്. അപ്പൊ നമുക്ക് തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ട ഇതേപോലെ പഴുക്കുമ്പോ നമ്മ പറിച്ചെടുത്ത് കഴിഞ്ഞാല് ഇവിടെ നല്ല കളറായത് മാത്രമേ നമ്മ പറിക്കണുള്ളൂ. ഇനിയും നമുക്ക് ആവശ്യത്തിന് നമുക്ക് വിളവെടുത്താൽ മതിയല്ലോ. ഇപ്പൊ ഇഷ്ടം പോലെ നമുക്ക് ഡെയിലി അല്ലാതെ നമ്മ വിളവെടുക്കണ്ട്. അപ്പൊ തക്കാളി നമുക്ക് കമ്പ് മുറിച്ചും തക്കാളിയൊക്കെ നടാം. കമ്പ് മുറിച്ച് നടേണ്ട രീതിയൊക്കെ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ നമുക്ക് നിറയെ എളുപ്പത്തിൽ തക്കാളി ഉണ്ടാവും കമ്പ് മുറിച്ച് നട്ട് കഴിഞ്ഞാല് കണ്ട. അപ്പൊ നമ്മുടെ തക്കാളി ചെടി കണ്ടില്ലേ ഇതേപോലെ കണ്ട. ഈ ഒറ്റ തയ്യുമ്മലാണ് ഇത്ര അധികം തക്കാളികൾ കണ്ട. ഒരു ചെടിയുമ്പോ തന്നെയാണ് ഈ തക്കാളികളൊക്കെ ഉണ്ടായേക്കണത്. നമുക്ക് ഇനിയും ഒരുപാട് നാള്
ഒരുപാട് നാള് വിളവെടുക്കാം. നമുക്കിപ്പോ മഴക്കാലത്തൊക്കെ ഇനി നമുക്ക് തക്കാളിക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല. കണ്ട നമുക്ക് ഇങ്ങനെ ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കണേണ്, ഇപ്പോഴും ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കണേണ്. കണ്ട നമ്മുടെ തക്കാളി ചെടികള് കണ്ട നിറച്ച് പച്ച ഒക്കെ തക്കാളി കണ്ട. പിന്നെ ഈ ഡ്രമ്മിന്റെ കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ചെയ്തപ്പോ ഈ ഡ്രം എവിടെ നിന്നാ മേടിച്ചതെന്ന്. ഈ ഡ്രമ്മ് നമ്മ ആക്രി സാധനങ്ങളൊക്കെ വിൽക്കണ ഷോപ്പിൽ നിന്ന് കിട്ടും. കുറഞ്ഞ വില കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഡ്രമ്മിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാല് ഈ ഡ്രമ്മിന്റെ ഒരു പ്രത്യേകത ഉണ്ടില്ലേ, ഈ ഡ്രമ്മിന് ഇങ്ങനെ രണ്ട് ഇതുണ്ട്. അപ്പൊ നമുക്കിത് വലിച്ചു നീക്കാനൊക്കെ എളുപ്പമാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ വീട്ടിലെ കരിയിലെ അടുക്കള വേസ്റ്റ് മുഴുവൻ നമുക്ക് ഈ ഡ്രമ്മിൽ നിറക്കാട്ടോ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമുക്ക് രണ്ടു തരം ഡ്രമ്മുണ്ട് കണ്ട. നമുക്കിപ്പോ ഞാനിവിടെ രണ്ടു തരം ഡ്രമ്മിലാണ് കൃഷി ചെയ്തേക്കുന്നത്. നമ്മുടെ പൈനാപ്പിൾ, മുള്ളില്ലാത്ത പൈനാപ്പിളൊക്കെയാണ് ഈ നട്ടേക്കണ കണ്ട. ഈ ഡ്രം എന്ന് പറഞ്ഞാല് അതിലും കുറഞ്ഞ വിലയുള്ളൂ. നമ്മ ഈ ഹോളൊക്കെ ഇടിയിച്ചതാണ്. അപ്പൊ നമുക്ക് ഈ ഹോളിൽ ഒരു വള്ളി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് നീക്കാനൊക്കെ എളുപ്പമാണ്. നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ പൈനാപ്പിളൊക്കെ കൃഷി ചെയ്യാൻ കണ്ട. ഇത് നമ്മ മുള്ളില്ലാത്ത പൈനാപ്പിൾ നട്ടേക്കണതാണ്. അതേപോലെ ഇതിൽ നമുക്ക് പച്ചക്കറി തൈ നട്ടുകഴിഞ്ഞാല് നമുക്ക് ഇഷ്ടം പോലെ പച്ചക്കറിയൊക്കെ ഉണ്ടാവും കണ്ട. നമ്മ ഇതേപോലെ പലതരം ഫ്രൂട്ട് പ്ലാന്റും പച്ചക്കറികളൊക്കെ നമുക്ക് നട്ടുകൊടുക്കാം. അപ്പൊ നല്ലൊരു വിളവെടുപ്പ് തന്നെയായിരുന്നു കണ്ട. 2 കൊട്ട നിറച്ച് തക്കാളി കിട്ടി. അപ്പൊ ഇനി നമുക്ക് 2 ദിവസം കഴിയുമ്പോ ഇതേപോലെ തന്നെ തക്കാളി പറിക്കാനുണ്ട്. അപ്പൊ കണ്ട തക്കാളിയൊക്കെ നട്ടാലുള്ള ഒരു ഗുണം. പിന്നെ നമ്മുടെ വീട്ടിലുള്ള തക്കാളിക്ക് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നല്ല ഒരു പുളിയൊക്കെ ഉള്ള ഒരു തക്കാളിയാണ്. ജ്യൂസ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ ജാമും സോസും കറിയിലിടാനൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് വെറുതെ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാനും ടേസ്റ്റിയാണ്, കറി ഉണ്ടാക്കാനൊക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ നട്ടാൽ മാത്രമേ നമുക്ക് ഇതേപോലെ ഫ്രഷ് ആയിട്ട് തക്കാളി പറിക്കാനും നമുക്ക് ഇതേപടി തന്നെ കഴിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പം എല്ലാവരും തക്കാളി കൃഷിയൊക്കെ ചെയ്യണം. തക്കാളിയുടെ വിത്തുകളും തൈകളൊക്കെ എല്ലായിടവും മേടിക്കാൻ കിട്ടും. തൈകൾ മേടിച്ച് നടണമെങ്കിലും വിത്ത് മേടിച്ച് നമുക്ക് ഭാഗ്യം മുളപ്പിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കമ്പ് മുറിച്ചും നട്ടുകൊടുക്കാം. പിന്നെ നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് ഒക്കെ മാത്രം മതി തക്കാളി കൃഷിയൊക്കെ ചെയ്യാനായിട്ട്. വേറെ വളമൊന്നും നമ്മ ഇടണ്ട. നമ്മുടെ ആവശ്യത്തിനുള്ള തക്കാളി ഇതേപോലെയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ എല്ലാവരും തക്കാളിയൊക്കെ കൃഷി ചെയ്യണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.